ആരെങ്കിലും ലൈവിലുണ്ടോ? ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ ഇതാ ഇത് വായിച്ചു നോക്ക്. അതിന്റെ മുകളിലുള്ള എന്തേത്താന്ന് വായിച്ചോ. വെറും ഡെപ്പോസിറ്റ് എന്നുള്ളത് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ റെസീറ്റ് ആണത്. ഒരു 10,000 ഒരു 5,000 ഡെപ്പോസിറ്റ് ചെയ്ത് എന്നുള്ളതിൻ്റെ റെസീറ്റാണത്. അത് ഇത്ര വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലാണ് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതിൻ്റെ റെസീറ്റ്. വേണം ക്ലോസ് ചെയ്ത് തരണം. ആരുമില്ലേ ലൈവിൽ? ഞാൻ ഇവിടെ അരുണേട്ടനോട് പറഞ്ഞത് ഗൈസ്. കണ്ണൻ്റെ അമ്മ എന്തുണ്ട് വിശേഷം? സുഖം. ഞാൻ കണ്ണനെ ഒരു ബ്രാൻഡാക്കാൻ തീരുമാനിച്ചു. മുത്തേ ബ്രാൻഡാക്കാന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും ടാസിൻ്റെ ഗുളിക വേണം. ടാസ് കണ്ണനൊരു പേരിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പേരെന്താന്നുള്ളത് ഞാൻ പറയാം. ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ വീട്ടുകാർക്കറിയാം എന്നല്ലാതെ അത് പബ്ലിഷ് ചെയ്യുന്നത് ഗുരുവായൂർ വെച്ചിട്ടായിരിക്കും. ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഗുരുവായൂർ കണ്ണന് ഫോട്ടോ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് പബ്ലിഷ് ചെയ്യുക. പേരെന്താണ് എന്നുള്ളത് ഒരുപാട് കാലമായി എന്ന് വെച്ചാൽ ഈ 13 വർഷം ആയി ഞാൻ കണ്ണന് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കണം. ഇത്രയും കാലം ജസ്ന സലീമിൻ്റെ ഫോട്ടോ അല്ലെ വെണ്ണക്കണ്ണൻ എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെട്ട് വന്നിരുന്നത്. ആദ്യം ഞാൻ ഒരു 2014-15 ആ സമയത്ത് വിസിറ്റിംഗ് കാർഡ് അടിച്ചത് ലെനിഷ്ക ആർട്ട് വർക്ക് എന്നായിരുന്നു. അതെനിക്ക് വലിയ യോജിപ്പില്ല. ലെനിഷ്ക എന്ന ഒരാളുടെ പേര് മാത്രം ഞാൻ ഇടുന്ന സമയത്ത് ലെൻഷാൻ എന്ന് പറയുന്ന വേറൊരാൾക്കത് പരാതിയാവും ഭാവിയിലേക്ക് എന്നുള്ളത് കൊണ്ട് ആ പേര് ഞാൻ മാറ്റി. പിന്നെ യുവ ആർട്ട് വർക്ക് എന്നിട്ടിട്ടുണ്ടായിരുന്നു. ആ യുവ എന്നിടാൻ കാരണം എന്താ വെച്ചാൽ ഒരു വയ്യ വെച്ചിട്ടൊരു കൃഷ്ണൻ്റെ ഫോട്ടോ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൈ വെച്ച് അങ്ങനെ യുവ ആർട്ട് വർക്ക് എന്നിട്ടു. അതും ഞാൻ മാറ്റി. എനിക്ക് അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നൊരു പേര് കുറേ ഞാൻ നോക്കി. ജന്മാഷ്ടമി ആർട്ട് എന്നിടാന്ന് വിചാരിച്ചു. അപ്പം ഈ ജന്മാഷ്ടമി എന്ന് ഇല്ല ഇടാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലൊക്കെ ജന്മാഷ്ടമി എന്നുള്ളത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ജന്മാഷ്ടമി ആർട്ട് എന്നുള്ളത് ജന്മാഷ്ടമി ജസ്ന എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരാവുമല്ലോ എന്നുള്ളത് കൊണ്ട് ജന്മാഷ്ടമി എന്നിടണമെന്ന് വിചാരിച്ചു. പിന്നീട് അതും മാറ്റി കാന്താര സിനിമ കണ്ട സമയത്ത് എനിക്ക് ഗാന്ധാര എന്നിടാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്ന രീതിയിൽ എനിക്ക് ഇന്ന് കണ്ണനായിട്ട് തന്നെ ഒരു പേര് കൊണ്ട് തന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഇതുവരെ കണ്ണനെ വെച്ച പൊസിഷനും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പോരാത്തതിന് ഒരുപാട് ഗുരുവായൂർ ഒരുപാട് ഷോപ്പുകാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഷോപ്പിലേക്ക് ഫോട്ടോ സെയിലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് ഷോപ്പുകളൊന്നുമില്ല, സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ഷോപ്പുകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പോയിട്ട് പറയുമ്പം ജസ്ന സലീമിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും ഇന്നൊരു ബ്രാൻഡ് നെയിം കൊടുത്താൽ അതിൽ വെച്ചിട്ട് ഞാനൊരു വെബ്സൈറ്റ് തുടങ്ങാനും ഒക്കെ ആ ഒരു നെയിം വെച്ചിട്ട് എന്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു നെയിം വെച്ചിട്ട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരെന്താണെന്നുള്ളത് ഞാൻ പറയാം, വെയിറ്റ് മാടൂ.
എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. 1 സെക്കൻഡ് സംസാരം കുറച്ച് കമൻ്റ് വായിക്കാം. 1 മിനിറ്റ്. താത്ത മുടിയിൽ ഒരു തുണി കിട്ടുമോ? മുടിയിൽ തുണി കെട്ടാട്ടോ. ഞാൻ ചാവട്ടെ. ഹായ് ഹായ് ഹായ്. മോനെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് റെഡിയാക്കാനോ ഒന്നും എൻ്റെ കൊടുത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടാ പിന്നെ ഫേസ് ഐ ഡി വെക്കാൻ. മുത്ത എന്നും സപ്പോർട്ടുണ്ട്. ധാരാ ആരാ അയച്ചെന്ന് ഗ്രൂപ്പിൽ വൺ ടൈം ആയിട്ടായി. ഞാൻ അടുത്ത സ്ക്രീൻഷോട്ട് എടുത്തു. ആ മുറിക്കാത്തവൻ തൊലിയുള്ള ആ ഡ്രൈവർ എവിടെ ഒളിച്ചു? ആ മുറിക്കാത്തവൻ തൊലിയുള്ള ആ ഡ്രൈവർ എവിടെ ഒളിച്ചു? അടക്ക്. ഈ പറഞ്ഞോ, എടാ വിളിച്ച് കേട്ടല്ലോ, മതിയായല്ലോ. മതിയായല്ലോടാ നിനക്ക്. ഒക്കെ സെൻഡായി. ഹായ്. അസ്സലാമലൈക്കും മോളെ. അരുണേട്ടനോട് ഹായ് പറയണേ മുത്തേ. പറയാലോ. അവനവിടെ കിടക്കുക. ദുആ ചെയ്യാലോ. നല്ലത് മാത്രം വരട്ടെ. അരുണേട്ടൻ എത്ര പെഗടിച്ചു എന്നുള്ളത് അരുണേട്ടനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചിരിച്ചോ. ഹായ്. എല്ലാവരും ഒരുമിക്കട്ടെ, സ്നേഹം മാത്രം. നല്ല മുഖം. ഓക്കെ. ഹായ് ചേച്ചി. നീ എത്ര പെഗടിച്ചു എന്നുള്ളത് എന്നോട് പറയേണ്ട ആവശ്യമില്ല. നിൻ്റെ വീട്ടിലുള്ള ആരോടെങ്കിലും പറ കേട്ടോ. നാണമുണ്ടോ നിനക്ക്? മണ്ണിൽ ചേരേണ്ടതല്ലേന്നോ? ഞാൻ മണ്ണ് ചേരിയൊന്നുമില്ല. ഞാൻ മെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എൻ്റെ മൃതശരീരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് മണ്ണിൽ ചേരുമോ എന്നുള്ളത് സംശയമാണ്. ദൈവം എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. മൊഞ്ചത്തി. മുടി ഇങ്ങനെ കെട്ടണ്ടായിരുന്നു. അത് മുടി അയച്ചിട്ട ഭയങ്കര ബുദ്ധിമുട്ടാടോ, ഭയങ്കര ചൂടാ. നിങ്ങൾ ഗുരുവായൂർ
കൊടുത്ത ഫോട്ടോ നമ്മൾ കണ്ടിരുന്നു ഒരു ഹോട്ടലിൽ. അപ്പോൾ നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു ആ ഒരു ഗുരുവായൂർ ഒരു ഹോട്ടലിലല്ല, പല സ്ഥലങ്ങളിൽ ഹോട്ടലിൽ ഞാൻ വരച്ച ഫോട്ടോസ് ഉണ്ട് കേട്ടോ. കുറച്ച് മേക്കപ്പ് ചെയ്യാമായിരുന്നു. എന്തിന്? നമ്മൾ നാച്ചുറലായിട്ടല്ലേ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരേണ്ടത്. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടിയും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. രുചി അരുണാണ്. നല്ല മൂക്കുത്തി. ഹൈത്ത. നീ മുസ്ലിമാണോ? അല്ല, ഞാൻ മനുഷ്യനാണ്. എനിക്കിഷ്ടമാണ് നിങ്ങളെ. തിരിച്ചെനിക്കും ഇഷ്ടമാണ് നിങ്ങളെ. ഞാൻ ഗുരുവായൂർ അടുത്താണ്. നിങ്ങളുടെ ഫോട്ടോ മേടിച്ചിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ കാശുണ്ടാക്കാനാണ് നീ വരയ്ക്കുന്നത്. നീ അവരെ പൊട്ടന്മാരാക്കുന്നു. എടോ, ഞാൻ പൈസ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അല്ലാന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിതവും മുമ്പോട്ട് പോകണ്ടേ? എനിക്ക് നന്മപരമായിട്ട് എനിക്കാരും റേഷൻ മേടിച്ചു കൊണ്ടത്തരൂല കേട്ടോ. ഞാൻ ലൈക്ക് അടിച്ചു. കോഴിക്കോട് കുറ്റിയാടിയാണോ അരുൺ? ഞാൻ പേരാമ്പ്ര. എൻ്റെ അന്വേഷണം പറയണം അരുണേട്ടനോട്. പറയാം. ഞങ്ങൾ കൊയിലാണ്ടിയാണ്. അവൻ കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ ആയിരുന്നു ആദ്യം. ഇപ്പം ഇവിടെ തൊട്ടിൽപ്പാലം ഡിപ്പോയിലാണ്. ഇപ്പം പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശരി നദീറ. ഹായ്. നിങ്ങളെ ഒന്ന് കാണാൻ കൊതിയാകുന്നു. ഓഹോ, ഹായ് ചക്കര. ഹായ്. എന്നാൽ പൈസ ഉണ്ടാക്കാൻ നോക്കാലോ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ലോകത്ത് സ്നേഹമാണ് വലുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ എല്ലാത്തിനും ഉപരി പൈസയാണ് വലുത്. പൈസ ഉണ്ടെങ്കിലേ ലോകത്ത് എന്തൊരു കാര്യവും നടക്കുള്ളൂ. ഹായ്. നീ ഗുരുവായൂർ കുട്ടിയല്ലേ? ഞാൻ ഗുരുവായൂർ കുട്ടിയല്ല, ഞാൻ മനുഷ്യക്കുട്ടിയാണ്. എല്ലാം ഒന്നല്ലേ എന്ന് എല്ലാവരും പറയൂല. പലരും പല രീതിയിലാണ് പറയുന്നത്. നീ വരക്കൂ, കുഴപ്പമില്ല. പക്ഷേ നീ എന്തിനാ കണ്ണാ വിളിക്കുന്നേ? എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വിളിക്കൂ. ഇനി ഞാൻ വിളിക്കൂ. എൻ്റെ ഇഷ്ടമല്ലേ കണ്ണാന്ന് വിളിക്കണോ വേണ്ടയോന്ന്. ലൈക്ക് അടിച്ചിട്ടുണ്ട്. 987 ആൾക്കാർ കണ്ടിട്ട് 24 ആൾക്കാരാണ് ലൈക്ക് അടിച്ചത്. കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ആരുമില്ല. എന്താ അപ്പം? പണമല്ല, മനുഷ്യനായാൽ സംസ്കാരവും ആദർശവും വേണം പെങ്ങളെ. സോറി ആങ്ങൾക്ക് തോന്നുകയാണ് നമ്മൾ സംസ്കാരം കൊണ്ട് നടന്നിട്ടും ആദർശം കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാത്തിനും മൂല്യം പണമാണ്. പണമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്താ പറയുക, വില നമുക്ക് മേടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. സ്നേഹം മേടിക്കാൻ പറ്റും. എന്തിന്? ഈവൻ മാതാപിതാക്കളെ വരെ മേടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. വൃദ്ധസദനത്തിൽ പോയാൽ മതി. നമുക്ക് ഇത്ര ആസ്തി ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഞാൻ അവരുടെ പേർക്ക് എഴുതി തടുക്കാന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയാണെങ്കിൽ പോലും നമ്മുടെ കൂടെ പോരും. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ആ പണത്തിൻ്റെ മൂല്യം. പണം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ലൈഫിലില്ലെങ്കിൽ നമുക്ക് സൗഹൃദങ്ങളില്ല, കുടുംബമില്ല, മക്കളില്ല, ആരുമില്ലാതായി മാറും. പക്ഷെ പണമുണ്ടെങ്കിൽ ഇല്ലാത്ത ബന്ധങ്ങൾ നമുക്ക് വന്ന് ചേരുകയും ചെയ്യും. എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നുമില്ലാതെ ഇരുന്നൊരു കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഭിക്ഷക്കാരിയുടെ തുല്യമായിരുന്ന ജീവിതം ഞാൻ നയിച്ചൊരാളാണ്. ഭിക്ഷക്കാരിയുടെ തുല്യമായിട്ടുള്ള ജീവിതം നയിച്ച ആൾ. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിൽ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ. പണമില്ല, കുടുംബമില്ല,
ഒന്ന് കയറി താമസിക്കാൻ ഒരു അടിച്ചുറപ്പുള്ള വീടില്ല, ചോർന്നൊലിക്കുന്നൊരു വീട്, 2 കുഞ്ഞു മക്കൾ, അങ്ങനെ പിടിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിൽ പണം വന്നതോടുകൂടെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരുപാട് ആൾക്കാർ. അന്നപ്പോൾ എനിക്ക് പണം വന്നപ്പോൾ എനിക്ക് സൗഹൃദങ്ങൾ വന്നു, ബന്ധങ്ങൾ വന്നു, കുടുംബങ്ങൾ വന്നു, മാതാപിതാക്കൾ വന്നു എന്നെല്ലാം പറയാം. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ചതാ. മാനം വിറ്റ് പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ഞാൻ എൻ്റെ മാനമല്ല വിൽക്കുന്നത്, ഞാൻ എൻ്റെ കഴിവിനെയാണ് വിൽക്കുന്നത്. ചിത്രവര എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനമല്ല കേട്ടോ. മുത്തുമണി ഇരുന്ന് തള്ളാതെ കമൻറ്റ് വായിക്കൂ. എൻ്റെ കമൻറ്റ് ഇപ്പം ഞാൻ വായിച്ചിട്ട് ഇപ്പം എന്തോ കാര്യമുണ്ടോ? നീ എത്ര വരച്ചു, എന്നിട്ടും നീ എന്താണ് ഉണ്ടാക്കിയത്? ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി, വളരെ സന്തോഷിപ്പിച്ചിനിയും. ഞാൻ വരച്ചിട്ട് എന്തുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഞാൻ സ്വന്തമായിട്ടൊരു വീടെടുത്തു. 33 വയസ്സുകാരിയാണ് ഞാൻ. ഒരു 33 വയസ്സുകാരിയായ ഞാൻ സ്വന്തമായിട്ടൊരു വീടെടുത്തു, കാറെടുത്തു, iPhone 2 15 പ്രോയും 16ഉം മേടിച്ചു. അത് നമ്മളെടുത്ത് വെച്ച് പറയണം, നമ്മൾ വീട് വെച്ചു, കാറ് വാങ്ങി എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഐഫോൺ മേടിച്ചു എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യം. അതൊന്നും EMI ഇല്ലാതെയാണ് മേടിച്ചത്. അത് ചെയ്തു. അത്യാവശ്യം ഓർണമെൻറ്റ്സ് മേടിച്ചിട്ടു. ഇതൊക്കെ അല്ലേ ഒരു മനുഷ്യന് ലൈഫിൽ നേടേണ്ട ആവശ്യം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ സുന്ദരിയാണ് കേട്ടോ. ചേട്ടൻ്റെ ഭാര്യ കേൾക്കണ്ട. പണമാണ് എൻ്റെ ഈശ്വരന് അല്ലേ. എനിക്ക് പണമായിട്ട് വന്നത് എൻ്റെ ഈശ്വരൻ തന്നെ, ഒരു ദൈവം തന്നെയാണ്. വിദ്യാഭ്യാസമില്ലാത്ത, എന്താ പറയുക, സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത എനിക്ക് നിലയും വിലയും ഉണ്ടാക്കി ഒരു ജോലിയായിട്ട് വന്നത് ദൈവം തന്നെയാണ്. പണമുണ്ടായാൽ മാത്രമേ എല്ലാവരും ഉണ്ടാവുകയുള്ളൂ. കുടുംബമായാലും സൗഹൃദമായാലും അതില്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയില്ല. സത്യമാണ്. അത് നിങ്ങൾ പറഞ്ഞത് 100% എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗുണ്ട്, പണം ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹബന്ധങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റില്ല, ചുമ്മാതാണ്. അവരൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഈ പണമുള്ള ആൾക്കാർ പറയുന്നതെന്നറിയോ, പണമല്ല വലുത്, സ്നേഹമാണ് വലുത്. നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ന് പറയാൻ മിക്ക ആൾക്കാരുടെ നാട്ടിലും ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ അല്ലെ ഒരുത്തൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയ ചരിത്രം എല്ലാ നാട്ടിലും ഉണ്ടാവും. അവരൊക്കെ പറയുന്നൊരു കാര്യം, പണമല്ല സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോവുക. പോയി കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അവർക്ക് തന്നെ മനസ്സിലാവും സ്നേഹമല്ല പണം തന്നെയാണ് വലുത് എന്ന്. ഈ പണം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഭവം വരണം. മുത്തേ നാളെ കാണാം, തലവേദനയുണ്ട്. ആടാ പോയി കിടന്നോ, വെറുതെ സ്ക്രീനിൽ നോക്കി നിൽക്കണ്ട. റസിയ, എന്നോട് എൻ്റെ ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൂ, എന്നെ വിലക്കിയ ഒരു കാര്യം മൊബൈൽ അടുപ്പിക്കുകയേ ചെയ്യരുത് എന്നാണ്. അരുണിനോട് ചോദിച്ചാൽ അറിയാം. ഡോക്ടർ ഫസ്റ്റ് സിറ്റിങ്ങിൽ എന്നോട് പറഞ്ഞത് എന്താ, അരുണിനോട് ചോദിച്ചു ഇവൾക്ക് മൊബൈൽ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു. 2 മൊബൈലുണ്ട്. 2 ഇന്ന് തന്നെ വാങ്ങി കയ്യിൽ പിടിക്കുക. സ്ക്രീൻ നോക്കാനേ പാടില്ല, മൈഗ്രെയിൻ പെട്ടെന്ന് നമുക്ക് മൈഗ്രെയിൻ വരും. ഞാൻ ഡോക്ടർ റൂമിലേക്ക് പോലും മൊബൈൽ കൊണ്ടുപോകാറില്ല. അത്രമേൽ എന്നോട് മൊബൈൽ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. മൊബൈൽ ഉപയോഗിക്കരുത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത് എന്ന് എന്നോട് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഫുഡ് കഴിച്ചോ, എന്താ സ്പെഷ്യൽ? ഇന്ന് ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഇപ്പോൾ ഒരാളെ മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആരെ പറയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബ്രോസ്റ്റഡ്. അന്നപ്പം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അങ്ങനെ ഇന്ന് മേടിച്ചുകൊണ്ട് തന്നു, ഞാൻ കഴിച്ചു.
മിസ്സിങ് ഒക്കെ പോയി. എനിക്ക് സന്തോഷമായി. ജ്വല്ലറി എന്താ എനിക്ക് സ്വന്തമായി ജ്വല്ലറി ഉണ്ട്. ചേട്ടാ ഞാൻ ജ്വല്ലറിയിൽ വരാം, എനിക്ക് സ്വന്തമായിട്ട് ഒരു പവൻ ചുമ്മാ തന്നാൽ മതി, എനിക്ക് സന്തോഷമാകും കേട്ടോ. ഞങ്ങൾക്ക് മറ്റേ ഒരു കോമഡി കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ കൊളാബ് ചെയ്യും, എത്ര പൈസ ഡിസ്കൗണ്ട് ചെയ്യുമെന്ന്. അതേപോലെ ഞങ്ങൾക്ക് കൊളാബ് ചെയ്തിട്ട് എനിക്കൊരു പവൻ ഫ്രീ ആയിട്ട് തന്നാൽ മതി. അപ്പം അങ്ങനെയാണ്. 46 ലൈക്കായിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞ് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ചുണ്ടിനെന്ത് പറ്റി? എൻ്റെ പൊന്നാര ചേട്ടനോ ചേച്ചിയോ? ഇവിടെ ഒന്നുമില്ല. ഇത് കല്ലാസാണ്, കല്ലാസ്. മറ്റേ ഇതില്ലേ, ഏത് പഞ്ചാബി ഹൗസ് പറയുന്നൊരു ഡയലോഗുണ്ട്, കല്ലാസ് അല്ല കള്ളാസ്. ഇത് കള്ളാസാണ്. എൻ്റെ ചുണ്ടിന് എന്താ പറ്റിയെന്ന് കാണിച്ചു തരാം. എൻ്റെ പറ്റിയ ചുണ്ടിന് ഇതാണ് കാരണം. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടീനും ചേട്ടാ, ഒരു ജാതി ലിപ്സ്റ്റിക്കാണത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ പോകൂല എന്നൊക്കെ പറഞ്ഞിട്ട് 750 രൂപയും കൊടുത്തിട്ട് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഛർദ്ദിക്കാൻ വരുന്നു കണ്ടിട്ട് ശവം. എടാ എവിടെയാടാ ശവം ഉള്ളത്? ശവം കണ്ടാൽ എന്തായാലും ഛർദ്ദിക്കാൻ വരും, ആ ഉറപ്പുള്ള കാര്യമല്ലേ. നിനക്ക് നല്ല സിദ്ധിക്ക് ആർക്ക് തന്നെ ആണെങ്കിലും ശവം കണ്ടാൽ ഛർദ്ദിക്കാൻ വരൂ. പോയി ഛർദ്ദിച്ചിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, നീ പോയി ഛർദ്ദിച്ചിട്ട് വാ. ഹായ് ജസ്ന, ഹായ്. കൃഷ്ണൻ്റെ സ്വന്തം ഒന്ന് കുളിക്കുമോളെ. സുൽഫീൻ, എൻ്റെ മോത്ത പേരും പോയി. ഞാൻ കുളിക്കാതിരിക്കുകയോ ചെയ്തോട്ടാ, അനക്ക് മണക്കുന്നില്ലാലോ, അത് നോക്കിയാൽ പോരെ. സലീം സമ്മതിക്കണം. എന്ത് നന്നായി തുടയ്ക്കൂ? നന്നായി തുടയ്ക്കാൻ ഇപ്പം താല്പര്യമില്ല. ഹറാം 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 ഹറാം. എൻ്റെ പൊന്നാര ജിക്കങ്ങൾ എത്ര ഹറാമയക്കും. സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു. സൂപ്പർ ഐ സ്മൈൽ. എൻ്റെ കണ്ണിന് കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ. എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസും ഏറ്റവും കൂടുതൽ എന്താ പറയുക കമൻറ്റും കിട്ടിയത് എൻ്റെ കണ്ണിനായിരുന്നു. കാരണം ഈ കൺമഷി സിനിമയൊക്കെ വന്നതിന് ശേഷം കേട്ടോ ഇറങ്ങിയത്. കൺമഷി സിനിമയൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് എൻ്റെ വീട്ടിൽ ആകെ ഞങ്ങൾക്ക് മേടിച്ചു തരുന്ന ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐലൈനറായിരുന്നു. അത് സിസ്റ്റർക്കായിരുന്നു ആദ്യം ഐലൈനർ. പിന്നെ എനിക്കൊക്കെ എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിലെത്തിയ സമയത്ത് ഒരു ഐലൈനർ വാങ്ങി തന്നത്. അത് ഉമ്മ വാങ്ങി തരൂല കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തി. അന്നത്ര 20 രൂപയോ 30 രൂപയോ കണ്ട ഐലൈനറിന്. ഒന്നും നനവ് പറ്റിയ ഒന്നായിട്ട് മറ്റേ ഗാന്ധാര സിനിമയിൽ ഇവൻ്റെ അവസ്ഥ പോലെ ആയിപ്പോവും. എന്നിട്ടൊരു ഐലൈനർ കിട്ടും. ആ ഐലൈനർ താഴെയും മുകളിൽ കൂടിയും കട്ട് ചെയ്തു. അത് എഴുതിയിട്ട് ഒരു വാലിടലി, ആ വാലിടലി ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഫാൻസ് ഈ പറഞ്ഞ കണ്ണയത്തിനായിരുന്നു. എന്നതിന് ശേഷം കൺമഷി സിനിമ ഇറങ്ങിയതിന് ശേഷം പിന്നെ സ്കൂളിൽ എൻ്റെ പേര് കൺമഷി എന്നായിരുന്നു. എടപ്പോ റസിയ പോയി കിടക്ക് മുട്ടേ, നീ ഇങ്ങനെ ലൈവ് നോക്കി നിൽക്കല്ലേ. കല്യാണം കഴിഞ്ഞതാണോ മോളെ? തൻ്റേതല്ലാത്ത കാരണവശാൽ 17 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിവാഹം കഴിഞ്ഞതാണ്. ആ മറുക് നിങ്ങളുടെ സൗന്ദര്യം. എന്നാൽ മറുകിനൊന്നും ഫാൻസ് ഇല്ല. അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ഇവൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 2012 സമയത്ത് തൊട്ടിട്ട് ഞാൻ 2 വീലറും കൊണ്ടിട്ട് നടക്കുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് തൊട്ടിട്ട് 2011 12 അതിലൊക്കെ അപ്പുറം പോകില്ല. അന്ന് തൊട്ടിട്ട് 2 വീലർമേൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഭയങ്കര വെയിൽ. അന്നൊന്നും ഹെൽമെറ്റ് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമല്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ.
തലേ തട്ടമിടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. ഇന്ന് നിങ്ങളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും അന്ന് തലേ തട്ടമിടാതെ മുറ്റത്ത് പോലും ഇറങ്ങാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് തലേന്ന് തട്ടം മൈഞ്ഞു പോകരുത്, അതിന് ഈ മറ്റേ ഹിജാബൊക്കെ കെട്ടും പോലെ കെട്ടിയിട്ട് ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ഇതില്ലേ എന്താ ബുർക്കയോ അതിനെന്താ പറയുക, അതിടും പോലെ ഇടും. അപ്പം ഈ നമ്മളിപ്പോൾ ഇപ്പം നോക്കുക വെച്ചാൽ കണ്ണാണല്ല മെയിനായിട്ട് കാണുക. അങ്ങനെയും കുറേ ഫാൻസ് എനിക്കുണ്ടായിരുന്നു. കുറേ ഫാൻസ് എന്ന് പറയാൻ നമ്മുടെ വണ്ടിയുടെ പുറകെ കുറേ എണ്ണം ഹോൺ അടിച്ചിട്ട് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. സുഖാണോ ചേച്ചി? അതെ. ഒരു പാട്ട് പാടുമോ? ഞാൻ പാടി ഞങ്ങൾ പാടുപെടും. ചുണ്ടിൻ്റെ ഭംഗിയാണ് ആ മറുക്. ഈ മറുക് ഒരു സമയത്ത് ഞാൻ പോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണൻ്റെ രാജകുമാരി ഇഷ്ടമായി. കണ്ണൻ്റെ രാധ, പിന്നെ അങ്ങനെ അങ്ങനെ കുറേയൊക്കെ പറയാറുണ്ട്. കൃഷ്ണൻ്റെ രാജകുമാരി എന്നൊക്കെ ആദ്യമായിട്ട് പറയാം. വല്ലാണ്ട് വിശ്വസിച്ചു. വിശ്വസിക്കേണ്ട പോയാ. അപ്പം അങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് 60 ലൈക്കായിട്ടുള്ള ഒരു 100 ലൈക്കൊക്കെ ആവുമ്പോഴും ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെയാണോ നിങ്ങളെയാണോ ആരെയാ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എന്നും കൂടി ഒന്ന് പറയാം. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. എൻ്റെ പൊന്നാര മക്കളെ, വേറെ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും മത്സരിച്ചാലും BJPക്ക് വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കില്ല. ഇതൊക്കെ ഉണ്ടാവൂല ഏറിൽ കയറാൻ. കൃഷ്ണൻ്റെ വരദാനം ആണ് ആ കൈകൾ. എടോ, കൃഷ്ണൻ്റെ വരദാനമാണ് ആ കൈകൾ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒന്നുമല്ലാത്ത എന്നെ ആരെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ആ കണ്ണനാണ്. നല്ലത് പറയുന്ന പോലെ ഉള്ളവരുണ്ട്, മോശം പറയുന്ന പോലെ ഉണ്ട്. എന്താ പറയുക, അങ്ങനെ 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 ഒരുപാടുണ്ട്. പക്ഷെ ആരില്ലാതായെങ്കിൽ പോലും എനിക്കൊരു ഐഡൻറ്റിറ്റി തന്നത് കണ്ണനാണ്. ഞാൻ പോലും ചെയ്യാത്ത, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ വീട്ടുകാർ നിർത്തിവെച്ചു. പഠനവും ഇല്ല. വിവാഹം കഴിച്ചു കൊണ്ടുവന്നെടുത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ കല്യാണ വീടുകളിൽ അങ്ങനെയൊക്കെ നിന്ന സ്ഥലങ്ങളിൽ നിന്നും പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവൾ എന്ന് പറഞ്ഞിട്ട്, കറുത്തവൾ എന്ന് പറഞ്ഞിട്ട്, നമ്മളെ സ്ത്രീധനം കൊണ്ടുവരാത്തവൾ എന്ന് പറഞ്ഞിട്ട്, 25 പവൻ ചോദിച്ചിട്ട് 20 പവൻ തന്നു എന്ന് പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അറിയാനിട്ടാണത്. കീറിയ വസ്ത്രമിട്ട് കല്യാണത്തിന് പോയൊരു കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള എന്നെ ഇന്നെനിക്കൊരു ഐഡൻറ്റിറ്റി, ജസ്ന സലീം എന്ന് പറയുമ്പം 100ൽ 5 പേര് വേണ്ട 2 പേരെങ്കിലും അറിയുന്ന ഒരവസ്ഥയിൽ, മറ്റ് ജസ്ന സലീം എന്ന് പറയുമ്പം ഈ നാട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ് വീട്ടുപേരും പറഞ്ഞ്, വീട്ടിലുള്ള ആളെക്കുറിച്ചും പറഞ്ഞ്, അവരുടെ കുടുംബവും പറഞ്ഞ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷെ അവരറിയായിരിക്കും. അല്ലാതെ ജസ്ന സലീം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ ഒരാളും അറിയില്ലായിരുന്നു. അങ്ങനെ അറിയപ്പെട്ട് അങ്ങനെ ഈ ലോകത്തിലേക്ക് എത്തിച്ചത്, എല്ലാവരിലേക്കും എത്തിച്ചത് കണ്ണനാണ്. അറിയോ? അതെൻ്റെ ഭാഗ്യമാണ് കൂട്ടുക. ഞാൻ കൊല്ലത്താണ്, പിഷാരികാവ്. നമുക്ക് ഒരു പാട്ട് വീഡിയോ എടുക്കാമല്ലോ. നോ പ്രോബ്ലം. എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഏത് പാട്ടാ എങ്ങനെ പാട്ടാ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. പ്രധാനമന്ത്രി വരെ കണ്ടു. സത്യം. അല്ലായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി പോയിട്ട് വേണ്ട, ഒരു MLA പോലും
വേണ്ട നമ്മുടെ ഒരു ഏരിയ സെക്രട്ടറി എങ്കിലും എന്നെ അറിയായിരുന്നോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. വല്ലാത്തൊരു തന്നെയല്ലേ അത്. അപ്പോൾ 70 ലൈക്കായി. അപ്പോൾ എല്ലാവരും ഒരു 30 ലൈക്കും കൂടി പറ്റുമെങ്കിൽ തരിക. ഗുരുവായൂർ വരാറില്ലേ? ഇന്നലെ അല്ല, മിനിയാന്നും കൂടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങളും കൂടി ഒന്ന് സഹായിക്കുക. അതുമൊരു വരുമാനമാണല്ലോ നമുക്ക്. അപ്പം നിങ്ങളും കൂടി വീഡിയോ കണ്ട് സഹായിച്ചാൽ സന്തോഷമാവും, അത്രമാത്രം. വല്ലാണ്ട് വിശ്വസിച്ചു, എല്ലാം ഇങ്ങനെ വല്ലാണ്ട് വിശ്വസിക്കല്ലേ. അതാണ് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പറ്റിപ്പോയ തെറ്റ്. ജംഷീന, ഞാൻ ജംഷീനെ അറിയില്ല, ജംഷീന ഇത് നാട്ടുകാരിയാണെന്നറിയില്ല, ജംഷീനെ നേരിട്ട് കണ്ടിട്ടില്ല. ആകെ ഇതിൽ കൂടെ ഞാൻ പരിചയമുള്ളൂ. ജംഷീന, എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഇതുപോണം വല്ലാതെ നീ വിശ്വസിക്കുന്നത് കൊണ്ട്, പലരെയും വല്ലാണ്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ജംഷീന നിൻ്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം. നീ ആദ്യം ഈ വല്ലാണ്ട് വിശ്വസിക്കുന്ന കാര്യം അങ്ങ് നിർത്തിയേക്ക്. എന്തൊരു കാര്യത്തെയും അതിൻ്റെ രീതിയിൽ എടുക്കുക. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക, തള്ളിക്കളയേണ്ടത് തള്ളിക്കളയാനുള്ള ബുദ്ധി നിനക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നീ കിടന്ന് പെടാപ്പാട് പെടുന്നത്. നീ പലരുടെയും മുമ്പ് കോമാളിയാവുന്നത്, പലതും നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കേട്ടോ? അപ്പം ഇതും പറയേണ്ട, വല്ലാണ്ട് അങ്ങ് വിശ്വസിച്ചു എന്ന്. ഞാൻ ലസിത മേഡത്തെ ഇനിയും കളിയാക്കും. ചെന്താച്ചാ ചെയ്യും ഉടായിപ്പ് ചേച്ചി. യെസ്, ഒന്നും കാണാൻ പറ്റുമോ? ദേ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഗൈസ്, നിങ്ങളോടെല്ലാവരോടും ലൈക്ക് അടിക്കാൻ പറഞ്ഞു. നിങ്ങളാരും ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ കമൻ്റ് അടിക്കാനും തെറി വിളിക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ലൈക്ക് അടിക്കാൻ മാത്രം ആൾക്കാരില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കാരില്ല. നിങ്ങളെല്ലാവരോടും 441 ആൾക്കാരുണ്ട്. 1000 സംതിങ് ആൾക്കാരെങ്ങാണ്ട് കണ്ടു തുടങ്ങിയ ലൈവാണ്. ഇപ്പം 441 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇത്ര ആൾക്കാരെ ഉള്ളത് കൊണ്ട് ഞാൻ മെല്ലെ ലൈവ് നിർത്തുകയാണ്. അപ്പം 508 ആൾക്കാരായി. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് അടിക്കുക. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ തെറി വിളിക്കുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾക്ക് ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ലൈക്ക് അടിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. നാളെ കാണാം കേട്ടോ. ടാറ്റാ.